ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ EFTയുടെ ഫൈനൽ കോൾ എന്ന് പറയുന്ന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെഡിയാണോ നിങ്ങൾ? ഹോപ്പ് യു ആർ റെഡി. ആർ യു റെഡി? പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ആർ റെഡി. ഗുഡ് മോർണിംഗ്. താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്. ഓൾ റൈറ്റ്. നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് ഫൈനൽ കോൾ എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിൽ പല ആൾക്കാരും ഹീലിങ്ങിന് അല്ലെങ്കിൽ എന്താ പറയുക ട്രോമ ഹീലിംഗ് എന്ന് പറയുന്ന നമ്മുടെ കോഴ്സ്, ലൈഫ് മാസ്റ്ററി കോഴ്സ് ഉണ്ട്. ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അത് റിലേറ്റഡ് ആയിക്കൊണ്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നൽകുക. എന്താണ് കോഴ്സ്, പ്രോഗ്രാം എന്താണ്, എന്തിനെക്കുറിച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നൽകുക. നമുക്ക് രണ്ട് തരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഒന്ന് അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ട്, EFT അഡ്വാൻസ് പ്രോഗ്രാം. അതുപോലെ EFT ലൈഫ് മാസ്റ്ററി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, പ്രധാനമായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രോബ്ലംസും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പകാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമാസ് ഉണ്ട്. ആ ട്രോമാസിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ട്രോമാസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ അനുഭവങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫുകൾ രൂപീകരിക്കപ്പെടാനും നമ്മളുടെ മനോഭാവം രൂപീകരിക്കപ്പെടാനും നമ്മൾക്കൊരു പ്രോഗ്രാമിംഗ് നടക്കാനും ഒക്കെ ഇത് കാരണമാകും. എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. 0 to 8 ഇയേഴ്സിനിടയിൽ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നുകൂടുന്ന കുറേ ചിന്തകളുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന മെസ്സേജുകളാണ്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ. ഈ മെസ്സേജുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു. ഇങ്ങനത്തെ 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ നമ്മളുടെ ലൈഫിലുണ്ടാകും. 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ. ഈ 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ ആണ് ഒന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത്. അടുത്ത നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ നമുക്കുണ്ടാകുന്ന ചില മനോഭാവങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു കണ്ടീഷനിങ് ആയിട്ട് മാറും. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ട് അതൊരു കണ്ടീഷനിങ് ആയിട്ട് നമുക്ക് മാറും. ആ കണ്ടീഷനിങ് നമുക്ക് എന്ത് ചെയ്യരുത്, സംഭവിക്കരുത്. അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ ഇപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും നമ്മളുടെ ലൈഫിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിലല്ല ഉള്ളത്. അപ്പം ഞാനത് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ഇത് കാണിക്കാം, സ്ലൈഡ്സ് കാണിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ലൈഡ്? ഒന്ന് പറയൂ കേട്ടോ. നിങ്ങൾ പരമാവധി ആൾക്കാർ വീഡിയോയിൽ ഒന്ന് വരുമോ? പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. കുറച്ച് ആൾക്കാരെങ്കിലും വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. അതർവൈസ് ഐ വിൽ ബി ടോക്കിംഗ് ടു സം റാൻഡം പീപ്പിൾ. ഓക്കെ, നിങ്ങൾ EFT കോഴ്സായിട്ടുള്ള നമ്മുടെ കോഴ്സ്, അതിൽ ലൈഫ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണെന്ന് വെച്ചാൽ ട്രോമ ഹീലിംഗ് എന്നുള്ളത്. ട്രോമ ഹീലിംഗ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ലൈഫിൽ നമ്മളുടെ യഥാർത്ഥ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, നമ്മുടെ സിറ്റുവേഷൻ അല്ല, നമ്മളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ അല്ല. നമ്മൾ വിചാരിക്കും, ഓക്കെ, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് പ്രശ്നം. ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ഇത് യഥാർത്ഥ അസുഖത്തിൻ്റെ ലക്ഷണമാണ്. ഓക്കെ, അപ്പോൾ സിറ്റുവേഷനാണ് നമുക്ക് പ്രോബ്ലം തോന്നുന്നത്. നമ്മുടെ സിറ്റുവേഷൻ മൊത്തത്തിൽ ഒരു മാറ്റാൻ കഴിയാതെ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ പെട്ടുപോയ പോലെ നമുക്ക് തോന്നും. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ലൈഫ് പാർട്ണറാണ് നമ്മുടെ പ്രോബ്ലം. ആക്ച്വലി നമ്മുടെ ലൈഫ് പാർട്ണർ അല്ല നമ്മുടെ പ്രോബ്ലം. നമുക്ക് തോന്നുന്നു നമ്മുടെ പാർട്ണറാണ്
പാർട്ണർക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന സ്വഭാവമുണ്ട്, ഇന്ന വാശിയുണ്ട്, ഇന്ന ദേഷ്യമുണ്ട്, ഇന്ന രൂപത്തിലുണ്ട്. പാർട്ണർ ഈസ് നോട്ട് ദ പ്രോബ്ലം. അടുത്തത് എന്താണ്? അവർ ബോഡി ഈസ് അവർ പ്രോബ്ലം. ചില ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. നമ്മൾ വിചാരിക്കും എൻ്റെ ബോഡി വീക്കാണ്, എൻ്റെ ശരീരം ഇങ്ങനെയാണ്. നമ്മുടെ ബോഡി അല്ല നമ്മുടെ പ്രശ്നം. ഓക്കെ. ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഈസ് നോട്ട് ലൈക്ക് ഇസ് ദ പ്രോബ്ലം. എനിക്ക് പണമില്ല, അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്, എൻ്റെ പാരൻസിന് പണമില്ല, അല്ലെങ്കിൽ ഏത് കാലമായിട്ട് എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇതാണ് പ്രശ്നം. നമ്മുടെ പ്രശ്നം പണമില്ല എന്നുള്ളതല്ല. ഫൈനാൻഷ്യൽ സ്ട്രഗിളിൻ്റെ കാരണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം, ഗ്രോ ചെയ്യാത്തതിൻ്റെ കാരണമെന്നും ഒന്നും പണമില്ലാത്തത് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ പ്രശ്നം വേറെയാണ്. ഈ പണം ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? ഈ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ലൈഫ് പാർട്ട്ണർ, ഇങ്ങനെ ഒരു പാർട്ണറെ നമുക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരു പാർട്ണറെ നമ്മുടെ ലൈഫിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഈ പാർട്ണർ ഈ രൂപത്തിൽ തന്നെ തുടരാനുള്ള കാരണം എന്താണ്? നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് ഇത് മാറ്റാൻ കഴിയുന്നില്ല? ഇതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതുപോലെ നമ്മൾ പറയും അവർ എഡ്യൂക്കേഷൻ ഇസ് ദ പ്രോബ്ലം. എൻ്റെ എഡ്യൂക്കേഷനാണ്, എനിക്ക് വിദ്യാഭ്യാസമില്ല, അറിവില്ല, കഴിവില്ല, ഞാൻ അതുകൊണ്ട് ഇത്രേ ആയുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാരില്ലേ പറയാറുണ്ട്, ലൈക്ക് ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരെ കാണും. നല്ല വെയിലാണ്, നല്ല ചൂട്, ഓട്ടോ നല്ല ചൂടുള്ള കാലഘട്ടം. ഓട്ടോയിൽ AC വയ്ക്കാൻ പറ്റില്ല. കാലകാലം ആ ചൂട് വെയിലത്ത് ഓട്ടോ ഓടിച്ച് തന്നെ ജീവിക്കും. ഞാൻ ചില സമയത്തൊക്കെ ചിന്തിക്കും, ഇവർക്ക് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള അറിവുകൾ ഇവർക്ക് നേടി, ഇവർക്ക് പറഞ്ഞു കൊടുത്ത് ഇവർ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ. കാരണം ഇവർ ആ നല്ല ഹാർഡ് വർക്ക് അവർ ചെയ്യുന്നു, അവർ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഈ ആൾക്കാർ, നമ്മൾ അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് നല്ല രീതിയിലേക്ക് ചിന്തിച്ചുകൂടെ, പുതിയ പദ്ധതികൾ ആലോചിച്ചുകൂടെ, ബിസിനസ്സുകൾ ആലോചിച്ചുകൂടെ? അപ്പോൾ പറയാം, അതിനൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം വേണം, ഇതിന് ഒരുപാട് ബുദ്ധി വേണം, ഇതിന് ഒരുപാട് അറിവ് വേണം എന്ന രീതിയിലുള്ള ചിന്താഗതി അവരെല്ലാവരും പറയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഒരു ബുദ്ധി വേണം, അറിവ് വേണം, ഒരുപാട് കഴിവ് വേണം എന്ന് ചിന്തിക്കുന്ന ആ തിങ്കിങ് ആണ് അവരുടെ പ്രശ്നം. അപ്പോൾ അവർ വിചാരിക്കുന്നത് വിദ്യാഭ്യാസമുള്ളവർക്കല്ലേ. അപ്പോൾ ആ ഒരു അവർ കാലാകാലം അതിൽ തന്നെ തുടരാൻ അവർ അക്സെപ്റ്റ് ചെയ്യും. നമുക്കിതേ അറിയൂ, നമുക്കിതേ കഴിയൂ. ദേ അക്സെപ്റ്റ് ദാറ്റ്. ദാറ്റ്സ് വൈ ദേ ആർ സ്റ്റക്ക്. അവർക്ക് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അല്ല അവരുടെ പ്രോബ്ലം. അവരുടെ പ്രോബ്ലം ചുറ്റുപാടുകളല്ല. നമ്മളൊക്കെ അധികം ആൾക്കാരും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ ബ്ലെയിം ചെയ്യും. ശരിയാണോ? ശരിയാണോ? യെസ് ഓർ നോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ് ഓർ നോ? നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ ബ്ലെയിം ചെയ്യും. നമ്മൾ നമ്മുടെ പാരൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ, നമ്മുടെ മക്കളെ, നമ്മൾ ഇതിനു മുൻപെടുത്ത ഡിസിഷനെ നമ്മൾ ആ ബ്ലെയിമിംഗ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ആ ബ്ലെയിമിങ്, കാരണം നമുക്കതാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നതും ആൾക്കാർ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയിട്ടുള്ളതും അതിനാണ്. കംപ്ലൈൻ ചെയ്യും. നീ ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, നീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. നോ, അല്ല. സോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഐ ആം ദ പ്രോബ്ലം. ഞാനാണ് പ്രശ്നക്കാരൻ. എൻ്റെ ചിന്തകളാണ്, എൻ്റെ കാഴ്ചപ്പാടുകളാണ്, എൻ്റെ ബിലീഫ്സാണ് എന്നുള്ളത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ചസ് കൊണ്ടുവരണം. ക്ലിയർ ആണോ? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, our education is not the problem. Our thoughts are the problem. The problem? Our education is not the problem. നമ്മുടെ വിദ്യാഭ്യാസമല്ല പ്രശ്നം, നമ്മുടെ സിറ്റുവേഷൻ അല്ല പ്രശ്നം. Our thoughts are the problem. നമ്മുടെ തോട്ട്സ് ആണ് പ്രശ്നം, ചിന്തകളാണ്. ഈ ചിന്തകളിലാണ് പ്രശ്നം കിടക്കുന്നത്. ചിന്തകളിൽ എന്താണ് പ്രശ്നമുള്ളത്? നമുക്കതൊന്ന് നോക്കാം. ചിന്തകളിൽ പ്രശ്നമുള്ളത് our attitude is the problem. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇന്നർ വിഷൻ എന്ന് പറയും. നമ്മൾ എവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്? ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ മനോഭാവം. ഏതൊരു കാര്യം ഉണ്ടെങ്കിലും പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഫോക്കസ് ചെയ്യാം. ഓക്കെ, ശരിയാണോ? അപ്പം നമുക്കതൊരു
കണ്ടീഷനിങ് ആയി വന്നിട്ടുണ്ട്. എന്താ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് നമ്മൾ പ്രശ്നങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും നോക്കി ശീലിക്കും. അപ്പോൾ ചെറുപ്പകാലത്ത് നമ്മളുടെ ഉള്ളിലേക്ക് നമ്മുടെ പാരൻസ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലേ, അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അത് അപകടമാണ്, ഇത് അപകടമാണ്, അത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം. കാരണം എന്താ? മക്കളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് അവർ ചെയ്തു കൂട്ടുന്നതാണ്. ശരിയല്ലേ? യെസ് ഓർ നോ? അപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ നമ്മളത് കേട്ട് നമുക്കതൊരു പ്രോഗ്രാമിംഗ് ആയി മാറും, കണ്ടീഷനിങ് ആയി മാറും. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? അപ്പം നമ്മൾ നെഗറ്റീവിലേക്ക് മാത്രം പോകുന്നതാണ് പ്രശ്നം. അതെ, നെഗറ്റീവിലേക്ക് പോകുന്നതാണ് പ്രശ്നം. കാരണം പാരൻസ് അങ്ങനെ നമ്മൾ പറഞ്ഞതുകൊണ്ട്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. അവരുടെ കൂടെ കൂട്ടുകൂടരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, കൊക്കിലൊതുങ്ങുന്നത് കുത്താം. എല്ലാത്തിനും ഒരു പേടി. കാരണം മനുഷ്യൻ പേടിച്ചാ ജീവിച്ചത്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യന്മാര് ഈ ഭയത്തിലാണ് ജീവിച്ചത്. ആക്രമിക്കപ്പെടും, അടിച്ചമർത്തപ്പെടും, ചൂഷണം ചെയ്യപ്പെടും എന്നുള്ള പേടിയിൽ. നമ്മളെന്ന് പറയുന്ന തലമുറ ഒരു തലമുറക്കപ്പുറം ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു, അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഭയപ്പെട്ട് ജീവിച്ച, ഒരുപാട് ട്രോമ കിട്ടിയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന്, ഒരു തലമുറയിൽ നിന്നാണ് നമ്മളുടെ DNA നമുക്ക് ലഭിക്കുന്നത്, നമ്മളുടെ സെല്ലുകൾ, അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജനറേഷൻ ലെവലിലുള്ള ട്രോമയും നമ്മളിലുണ്ട്, ലിമിറ്റിംഗ് ബിലീഫ്സുകളുണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതേപോലെ നമ്മൾ ജനിച്ചതിന് ശേഷമുള്ളതും ഉണ്ട്. ശരിയാണോ? അപ്പം ഇത് നമ്മൾ അനുഭവിച്ചാലും അവരുടെ മക്കൾ അങ്ങനെ നമ്മൾ അത്രയും ഇൻസെക്യൂരിറ്റി അനുഭവിച്ച മാതാപിതാക്കളുടെ മക്കളാണ് നമ്മൾ, അല്ലേ? 2 തലമുറക്കപ്പുറം ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു, അല്ലേ? അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും സംഘർഷവും ബുദ്ധിമുട്ടും പ്രയാസവും യുദ്ധവും അതും ഇതും സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടന്ന് ഭയങ്കര ഭയത്തോടു കൂടി ജീവിച്ചൊരു ജനത. അവരുടെ മക്കളാണ് നമ്മൾ. നമുക്കാണെങ്കിലോ നമ്മുടെ മാതാപിതാക്കൾ സാമ്പത്തികമായിട്ടോ കാര്യങ്ങളോ ഒന്നും അധികം ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല, മെജോറിറ്റി. പിന്നെ നമ്മൾ, അല്ലേ? അപ്പോൾ നമ്മൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്രോമ കിട്ടിയിട്ടുണ്ട്. ഈ കറക്റ്റായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, നമ്മുടെ പാരൻസിന് നല്ല പാരൻറ്റിങ് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചു. ഇതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള നെഗറ്റീവായ കുറേ കമാൻഡുകൾ, മെസ്സേജുകൾ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് 2 മൈൻഡാണ് ഉള്ളത്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഇതിന് നമുക്ക് ഉള്ളതുകൊണ്ട് ഇതാണ് നമ്മുടെ ഒരു പ്രോബ്ലമായിട്ട് നമ്മുടെ ലൈഫ് നിയന്ത്രിക്കുന്നത്. ഈ ഒരു സംഗതി, കുറേ ആറ്റിറ്റ്യൂഡ്സ് ഒരു പ്രശ്നമാണ്. അതേപോലെ നമുക്ക് അതിൽ നിന്നുണ്ടായിട്ടുള്ള മറ്റൊരു സാധനമാണെന്ന് വെച്ചാൽ അവർ ബിലീഫ് സിസ്റ്റം, അൺചെക്ക്ഡ് ട്രൂത്ത്. പല കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. അപ്പം നമുക്കങ്ങനെ കുറേ വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ ട്രോമയിൽ നിന്നും ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്, അവരെ വിശ്വസിക്കാൻ പാടില്ല, ഇവരെ വിശ്വസിക്കാൻ പാടില്ല. അത് നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള വിശ്വാസങ്ങളാണ്. ഓരോ കാര്യത്തോടുള്ള വിശ്വാസം, മതപരമായ വിശ്വാസം, അല്ലേ? മതത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ച്, മതപരമായ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പരിമിതി ഉണ്ടാവാറുണ്ട്, അല്ലേ? ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു പാട്ട് പാടാൻ കുറേ പരിമിതിയുള്ള സംഗീതം അല്ലെങ്കിൽ മ്യൂസിക് മേഖലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ പല മതങ്ങളും ചില മതങ്ങളിലൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ അതെന്ന് വെച്ചാൽ ഇത്തരത്തില്ല, അതൊക്കെ ഒരു ബിലീഫ് സിസ്റ്റമായി മാറിയതാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന കുറേ ചിന്തകളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അത് മാത്രമല്ല, ഓരോരോ സംഗതികൾ, ബിലീഫ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മതപരമായ വിശ്വാസങ്ങൾ മാത്രമല്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ നല്ല സ്നേഹത്തിലായിരുന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ് അവരുടെ ബിലീഫ് സിസ്റ്റത്തിലുണ്ടാവും. മറ്റുള്ളവരെ വിശ്വസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്നേഹത്തിൽ കല്യാണം കഴിക്കേണ്ട,
ഇപ്പോൾ കുറേ പെൺകുട്ടികൾക്ക് വന്നിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റമാണ്, ഡെവലപ്പ് ചെയ്ത ബിലീഫ് സിസ്റ്റമാണ്, കല്യാണം വേണ്ട. എന്താ കാര്യം? ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നു, മറ്റുള്ളവരുടെ കൺട്രോൾ ജീവിക്കേണ്ടി വരുന്നു. സോ ദാറ്റ് ഈസ് എ ബിലീഫ് സിസ്റ്റം. അപ്പോൾ അവർക്ക് എന്താ സംഭവിക്കാം? റിലേഷൻഷിപ്പിലേക്ക് ചെന്നാലും അവർക്ക് ഭർത്താവിന് പൂർണ്ണമായിട്ടും, പാർട്ണറെ പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടാവില്ല. പാർട്ണറെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് സ്നേഹിക്കാൻ കഴിയില്ല, സ്നേഹം കൊടുക്കാൻ കഴിയില്ല. എപ്പോഴും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളിലേക്ക് പോകും. ആളെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് ഈ നമ്മുടെ പ്രോഗ്രാമിംഗ് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഓരോ വീഡിയോസ് കാണുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അല്ലേ? കുറേ ആൾക്കാർ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന സംഗതികളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകും. സോ അതേപോലെ നമുക്ക് 46 ലിമിറ്റും ബിലീഫുകളുണ്ട്. ഇതും നമ്മുടെ പ്രോബ്ലമാണ്. 46 ലിമിറ്റ് ബിലീഫ് എന്താണ്? അത് ചെയ്യാൻ കഴിയുമോ, ഇത് ചെയ്യാൻ കഴിയുമോ, ഞാനതെങ്ങനെ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ലിമിറ്റ് ബിലീഫുകൾ ഉണ്ടാവും. ഇത് നമ്മുടെ പ്രോബ്ലമാണ്. 3000-ഓളം ട്രോമാസിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഏകദേശം ഒരു ശരാശരി മനുഷ്യന് 3000-ഓളം ട്രോമാസ് ഉണ്ട്. ഈ ട്രോമാസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റും ബിലീഫുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് പാറ്റേൺ ആണ് തിങ്കിങ്, ഫീലിംഗ്, ടോക്കിംഗ്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പാറ്റേൺ ഡെവലപ്പ് ആവും. കണ്ടീഷനിങ് ഭാഗമായിട്ട് നമ്മൾ പറയുന്നതേ നെഗറ്റീവ് ആവും, നമ്മൾ ഫീൽ ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് ആവും, സംസാരിക്കുന്നതൊക്കെ നെഗറ്റീവ് ആവും, ഇല്ലേ? ശ്രദ്ധിച്ചു നോക്കുകൊണ്ട് ഈ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള ബ്ലെയിമിങ്, കുറ്റപ്പെടുത്തൽ, ഇതൊക്കെ പാറ്റേൺ ആയി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ സാഹചര്യങ്ങളെ പറ്റി പറയൽ, ഇതൊരു പാറ്റേൺ ആയിട്ടുണ്ടാവും. അത് തിരിച്ചറിയണം, അത് സ്റ്റോപ്പ് ചെയ്യണം. ഇന്ന ആളാണ് എൻ്റെ കുഴപ്പത്തിന് കാരണം, ഇന്ന വ്യക്തിയാണ്, ഇങ്ങനെയുള്ള സംസാരങ്ങൾ, ഇത് പാറ്റേൺ ആണ്. എപ്പോഴും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും അതെന്നെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും അതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ ട്രാപ്പിൽ പെട്ടുപോകും. ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അതേപോലെ നമുക്കൊരു സെൽഫ് ഇമേജ് ഉണ്ടാവും നമ്മളെക്കുറിച്ച്. ഞാനൊരു മടിയനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ വീക്കാണ്, ഞാൻ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായി തിങ്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഓവർ തിങ്കറാണ്. ഇതൊക്കെ നമ്മൾക്ക് ഡെവലപ്പായി വന്ന സാധനങ്ങളാണ്. അടുത്തത് എന്താണ്? നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻസ് ആണ് നമ്മുടെ പ്രശ്നം. ഇത് കുറേ മുൻപേ ഉള്ളതാണ്, ഇപ്പോൾ ഉണ്ടാവുന്നതല്ല. ഒരുപാട് മുൻപേ നമുക്ക് ഇമോഷണൽ എക്സ്പ്രഷൻസ് എന്താണ്? നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഓവറായിട്ട് വലിയ രീതിയിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യും. വല്ലാത്ത ഹാപ്പിനെസ്, എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് പറയുമ്പോഴും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് പറയും, ഓവർ ഇമോഷണൽ എക്സ്പ്രഷൻസ്. അതേപോലെ തന്നെ ഓവറായിട്ട് സംസാരിച്ചു പോവുക. ഇതൊക്കെ നമുക്ക് പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ എനർജി ലോ ആണ് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ EFT എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ എനർജി ഹൈ ആക്കുക എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ? ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എനർജി എപ്പോഴും ലോ ആയിരിക്കും. ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്താകും? കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകും. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇതാണ് എനർജി എന്ന് പറയുന്ന ചാർട്ട്, വൈബ്രേഷണൽ എനർജി ചാർട്ട്. അപ്പോൾ നമ്മൾ എനർജി എപ്പോഴും ഹൈ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ എനർജി ഹൈ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കോഴ്സിൽ. എനർജി നമ്മൾ ഹൈ ആക്കുക. നമ്മൾ എനർജി ലോ ആയി കഴിഞ്ഞാൽ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പറയുന്നത് നമ്മുടെ എനർജി എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ എനർജി എപ്പോഴും ഹൈ ആക്കി വെക്കുക. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് സംഭവിക്കണം. മനസ്സിലാവുന്നുണ്ട്? നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം. എപ്പോഴും പോസിറ്റീവ് മൂഡിലിരിക്കണം. അപ്പോൾ എനർജി 200, നമുക്കിവിടെ എനർജി ചാർട്ട് കാണാം. എനർജി ചാർട്ടിൽ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ കുറേ നമ്പറുകൾ കാണാം, അല്ലേ? ഏറ്റവും മുകളിൽ 700, 600, 540, 500. ഏറ്റവും താഴെ കാണാം 20, 30, 50, അല്ലേ? ഏറ്റവും മിനിമം നമ്മൾ നിൽക്കേണ്ടത് 200 എന്ന് പറഞ്ഞ റേഞ്ചിലാണ്. അപ്പോൾ 200 എന്ന് പറഞ്ഞ റേഞ്ചിൽ നമ്മൾ നിൽക്കണം. അതിന് താഴേക്ക് വരാൻ പാടില്ല. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കും? പ്രശ്നങ്ങളുണ്ടാകും. ഈ താഴെ വരുന്ന ഫീലിങ്സുകൾ നോക്കുക. ഇമോഷൻസ് ആണ് അടുത്ത സൈഡിൽ കണ്ടത്. ഏറ്റവും താഴെയുള്ളത്
കുറ്റബോധം, ഷെയിമാണ്, നമുക്ക് നമ്മളെ മാനക്കേട്. അടുത്തത് ഗിൽട്ട്, അപ്പതി, ഗ്രീഫ്, ഫിയർ, ഡിസയർ, ദേഷ്യം, അഹങ്കാരം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണെന്ന് വെച്ചാൽ 200 താഴെ. ഇതിൽ ജീവിക്കുന്ന ഈ ഇമോഷൻസ് ഫീൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ എപ്പോഴും എന്തായിരിക്കും? പ്രശ്നങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ട്, നമുക്കെപ്പോഴും നമ്മുടെ ഇമോഷൻസ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. സ്നേഹം, ഹാപ്പിനെസ്, സ്നേഹം, അതേപോലെ തന്നെ ജോയ്, സന്തോഷം, സമാധാനം, ഇങ്ങനെയുള്ള ഫീലിങ്സുകൾ നമ്മൾ ഫീൽ ചെയ്യണം. നല്ല ക്ലാരിറ്റി, നല്ലൊരു കറേജ്, വില്ലിങ്നെസ്, അക്സെപ്റ്റൻസ്, ഇങ്ങനെയുള്ള ഫീലിങ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഹാപ്പി മൂഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പം നമ്മൾ എനർജി എപ്പോഴും ഡൗൺ ആവുന്നതാണ് നമ്മുടെ പ്രശ്നം. ഇത് ക്ലിയർ ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഇതാണ് EFT. നമ്മുടെ എനർജി ഹൈ ആക്കി നിർത്തും. ഇതാണ് EFT. ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറും. നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല അവസരങ്ങൾ, അങ്ങനെ എല്ലാം നല്ലത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? എത്തിത്തുടങ്ങും. ഞാൻ ഇനി വേറൊരു സംഗതികൾ കാണിച്ചു തരാം. നമുക്ക് ഈ ട്രോമാസ് വന്നത് നമുക്കൊക്കെ ഇപ്പോൾ ഒരു പാറ്റേൺ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഒന്നുകിൽ ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫൈറ്റ്, ഫ്രീസ്, ഫോൺ, 4 കാറ്റഗറി പാറ്റേൺ ഉണ്ടാവും ട്രോമ റെസ്പോൺസ്. ഇത് 4 നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യും? ഭയങ്കര വർക്കാഹോളിക്കായി മാറും, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായിരിക്കും, ഓവർ തിങ്കർ ആയിരിക്കും, ഫ്ലൈറ്റ് മോഡ് ഡെവലപ്പ് ആയെങ്കിൽ, OCD, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സംഗതികളൊക്കെ ഉണ്ടായി അങ്ങനെ ഉണ്ടാവും. അടുത്ത് ഫൈറ്റ് മോഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ദേഷ്യം, എല്ലാം കൺട്രോൾ ചെയ്യണം, മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുക, ഭയങ്കരമായിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യുക, ഡോറൊക്കെ വലിച്ചടക്കുക, സ്വയം വേദനിപ്പിക്കുക, കരയുക, വല്ലാണ്ട് വേദനിപ്പിക്കുക. ചിലതെന്ന് വെച്ചാൽ പട്ടിണി കിടക്കുക, ചിലക്ക് ഫ്രീസ്, ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ എന്ത് ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും തളർന്നു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, സ്റ്റക്കായി പോയി, ഈ പ്രശ്നം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, എല്ലാവരും നിന്ന് മാറി നിൽക്കുന്നു, ഒറ്റപ്പെട്ടിരിക്കുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു, നമ്പ് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നില്ല, എല്ലാ റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും കട്ട് ചെയ്യുന്നു, ഒരുപാട് ഉറങ്ങിപ്പോകുന്നു, വെറുതെ ഇരിക്കുന്നു. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ പീപ്പിൾ പ്ലീസർ, ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുക, ഓവർവെൽമഡ് ആവുക പെട്ടെന്ന്, ബൗണ്ടറീസ് ഇല്ല, ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റി ഇല്ല, എല്ലാത്തിനും ഒരാൾ വേണം, അപ്പീസിങ്, എൻഗേജിങ്, സ്വയം അല്ലാണ്ട് ക്രിട്ടിസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഗതികളിലേക്കൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ എൻഗേജിങ് ആവും. ചില വർക്കിലേക്ക് ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങനെ മൂളിയിട്ട് പോകും, കൺട്രോൾ ചെയ്യാൻ കഴിയാതെ. അപ്പോൾ അങ്ങനെയുള്ള ഈ സംഗതികളുണ്ട്. ഇത് നമുക്ക് ചെറുപ്പത്തിൽ ട്രോമ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനത്തെ ക്യാരക്ടറുകൾ ഡെവലപ്പ് ആവും. അപ്പോൾ ചിലരെന്ന് വെച്ചാൽ ഒളിച്ചോട്ടം സ്വഭാവമുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയക്ക് അഡിക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പോൺ അഡിക്ഷൻ ഉണ്ടാവും, അതല്ലെങ്കിൽ സ്മോക്കിംഗ് അഡിക്ഷൻ ഉണ്ടാവും, അതല്ലെങ്കിൽ ഡ്രഗ്സ് അഡിക്ഷൻ ഉണ്ടാവും, ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടാവും, അതിനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളിതിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിന്ന് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാം, മനസ്സിലാകുന്നുണ്ട്, സ്വന്തം റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് നോക്കാതെ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മളിത് എങ്ങനെയാണ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് EFT എന്ന് പറയുന്ന ടൂളാണ്. EFT എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹീൽ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ EFTയിൽ നമുക്ക് പറയുന്ന ഒരു 5 കുറേ പോയിന്റ്സുകളുണ്ട്. EFT ടാപ്പിംഗ് പോയിന്റ്സ് എന്ന് പറയും. EFT എന്ന് പറഞ്ഞാൽ അക്യുപ്രഷർ പോയിന്റ്സ് ആണ്, ഇതെല്ലാം ശരീരത്തിലെ മർമ്മങ്ങളാണ്. ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എനർജി മൊത്തം എന്ത് ചെയ്യും? ഫ്ലോ കറക്റ്റ് ആവും. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചക്രാസ് ഉണ്ട്. ലൈക്ക് യോഗ സയൻസ് പറയുന്ന പ്രകാരം നമ്മുടെ ശരീരത്തിൽ സേക്രൽ ചക്ര, അതേപോലെ തന്നെ ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര, അതേപോലെ തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചക്രാസ് ഉണ്ട്. എനർജി ഫ്ലോ ചെയ്യുന്നതാണ് നമ്മുടെ നെറ്റലിൽ നിന്ന് ബ്രെയിനിലേക്കും, ബ്രെയിനിൽ നിന്ന് താഴോട്ടും നമ്മുടെ ബാക്ക് ബോണിലൂടെ, അതായത് നമ്മുടെ സ്പൈനൽ കോഡിലൂടെ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഫ്ലോ ചെയ്യുന്ന എനർജി ഇത് ശരീരത്തിലേക്ക് ഓരോ വാരം ഇതും ഈ നെറ്റലിലുമാണ് കംപ്ലീറ്റ്ലി ഓരോ അവയവങ്ങളും കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗത്ത് നെർവ് എൻഡിങ്സ് ഉണ്ട്. നെർവ് എൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിൽ
നെർവ് എൻഡിങ്സ് എല്ലാ ഓരോ അവയവങ്ങളും ഈ നെർവ് എൻഡിങ്സിലേക്ക് കണക്റ്റഡ് ആണ് ചില ഭാഗങ്ങളിലേക്ക്. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പ്രത്യേക അവയവം ആ അവയവത്തിന് ഏറ്റിരിക്കുന്ന ട്രോമ മൂലമുണ്ടായിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. ഓരോ ട്രോമാസിൻ്റെ കൂടെയും നമുക്കൊരു നെഗറ്റീവ് ചാർജ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. ആ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? അതവിടെ കിടക്കുവാണ്. അതവിടെ കിടന്നിട്ട് അതൊരു പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് അവിടുന്ന് ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ട്രോമ നമുക്ക് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം നിയന്ത്രിക്കുന്നത് ട്രോമ ട്രിഗേർഡ് ആകുമ്പോഴാണ്. ട്രിഗേർഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പണ്ട് നമുക്കുണ്ടായിട്ടുള്ള ഒരു മുറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ മുറിവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും ആ ഒരു പ്രത്യേക അവയവത്തിൽ കിടക്കുന്നുണ്ട്. അപ്പം അത് ആ പണ്ടുണ്ടായിട്ടുള്ള ആ അതേ അനുഭവത്തിന് സമാനമായ ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലും ശബ്ദമോ അല്ലെങ്കിൽ കാഴ്ചയോ അല്ലെങ്കിൽ ഫീലിങ്സോ അല്ലെങ്കിൽ അനുഭവമോ നമുക്കുണ്ടായി കഴിഞ്ഞാൽ, നമ്മുടെ മുൻപിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആ മെമ്മറി ട്രിഗേർഡ് ആവും. ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഉണർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോഡി എന്ത് ചെയ്യും? വീണ്ടും അന്ന് അനുഭവിച്ച അതേ ഒരു പേടിയിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒരു വിഷമത്തിലേക്കും ഒരു എനർജി നെഗറ്റീവ് ആകുന്ന ഒരവസ്ഥയിലേക്കും പോകും. അതുകൊണ്ടാണ് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ വല്ലാണ്ട് വേദനിപ്പിച്ച ആൾക്കാർ നമ്മൾ വീണ്ടും കാണുകയാണെങ്കിൽ, അവരെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ നമുക്കത് വീണ്ടും അതേ ഒരു ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. ബിക്കോസ് അന്നത്തെ സംഭവം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് പോകുന്നില്ല. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന, ആ ഇമോഷൻസിനെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് EFT എന്ന് പറയുന്നത്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇമോഷൻസിനെ ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡാണ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ശരീരത്തിൽ മുഴുവൻ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവായ എല്ലാ വികാരങ്ങളിൽ നിങ്ങളെ മോചിപ്പിച്ച് അങ്ങനെ നെഗറ്റീവായിട്ട് ട്രിഗേർഡ് ആവാത്ത ഒരാളാക്കി നിങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ടാവും. നിങ്ങളുടെ കാഴ്ചപ്പാടെല്ലാം മാറും. നിങ്ങളുടെ പാറ്റേൺസ് എല്ലാം ബ്രേക്ക് ചെയ്യും. നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യപ്പെടും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകും. അത് തന്നെ നിങ്ങളുടെ ലൈഫും കംപ്ലീറ്റ്ലി ചേഞ്ചായി മാറി വരുന്നൊരവസ്ഥയിലേക്ക് വരും. സോ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? സോ ഇതിന് സഹായിക്കുന്നൊരു പ്രോഗ്രാമാണ് EFT എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകും. അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ആദ്യം തന്നെ ക്ലിയർ ആകുന്ന അസുഖങ്ങളാണ്. കാരണം ഇത് ശരീരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ബോഡി പെയിൻ കാലങ്ങളായിട്ടുണ്ടെങ്കിൽ, എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഓരോ അവയവങ്ങളിലെ അസുഖങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള രീതിയിലേക്ക് വലിയ ചേഞ്ച് കൊണ്ടുവരുന്ന പ്രോഗ്രാമാണ് കം ടു ദ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകാം. എനി ക്വസ്റ്റ്യൻസ്? പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നോമ്പ് സമയത്ത് അത് നടക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നിങ്ങളെ ഹീൽ ചെയ്യാനും നിങ്ങളെ നല്ലൊരു കാമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഇത് സഹായിക്കും. കാരണം നിങ്ങളുടെ എനർജി അങ്ങോട്ട് ഹൈ ആവും. നമ്മളെല്ലാവരും ഇപ്പം നിൽക്കുന്നതേ ഒരു ലോ എനർജി സ്റ്റേറ്റിലാണ്. ഇതല്ല ശരിക്കും സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാരുടെ ജീവിതം. സ്പിരിച്വാലിറ്റി ആത്മീയപരമായിട്ട് നല്ല ഹൈ ആയിട്ടുള്ള ആൾക്കാർ ഉള്ള ജീവിതം എന്ന് പറയുന്നത് അവർക്ക് ജീവിതം ഭയങ്കര എളുപ്പമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ഞാൻ പറയുന്നത് നിസ്കരിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞൊരു സംഗതി അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുക ഇങ്ങനെയുള്ളൊരു സംഗതി മാത്രമല്ല. അത് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതല്ല ഞാൻ പറയുന്നത്. റിയലി ശരിക്കും ആത്മീയപരമായിട്ട് ഉയർന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയുണ്ട്. അതിലേക്ക് പോകാനും ഈ ഒരു എന്താ പറയുക ടൈം പീരീഡിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. എമൗണ്ട് എത്രയും ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത് നമ്മുടെ ടീം മെമ്പേഴ്സ് ആ കോഴ്സ് ഫീ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമോ? നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് റംസാൻ മാസത്തിൽ നമ്മൾ ശരിക്കും തോന്നുന്നു ഐ തിങ്ക് വി ഹാവ് എൻ ഓഫർ. നോർമലി നമ്മൾ 12,000 റുപ്പീസാണ് ഇതിൻ്റെ കോഴ്സ് ഫീ വരുന്നത്. പക്ഷേ ഇത് നമ്മളൊരു ഓഫർ ഉണ്ട്. ഐ തിങ്ക് 8,500 റുപ്പീസ് അങ്ങോട്ടൊക്കെയാണ് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാവോ നമ്മുടെ ടീം മെമ്പേഴ്സ്? 8,000 ഓക്കെ. ഈവൻ 8,500 അല്ല, 8,000 റുപ്പീസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമാക്കാം. അപ്പോൾ ടൈം എപ്പോഴാണ് ചോദിക്കുന്നുണ്ട്. ടൈം വരുന്നത് ഇത് 30 ഡേയ്സ് പ്രോഗ്രാമാണ്. ലൈഫ് ടൈമാണ് നമ്മുടെ കോച്ചിങ് സപ്പോർട്ട് ഉണ്ടാവുക. ടോട്ടൽ നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 10 ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമും പിന്നീട് ബാക്കി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇത് വരുന്നത് 30 ദിവസത്തോളം കോച്ചിങ്ങും ഉണ്ടാവും നിങ്ങൾക്ക്. അതിൻ്റെ കൂടെ തന്നെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ മെൻറ്ററെ നിങ്ങൾക്ക് നൽകും. ആ പേഴ്സണൽ മെൻറ്ററെ നൽകിക്കൊണ്ട് ആ മെൻറ്ററും കൂടെ നിങ്ങളുടെ കൂടെ നിന്നിട്ടാണ് എന്ത് ചെയ്യുക? ക്ലാസ് ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുക.
സോ ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഗ്രാം. ടൈം ചോദിക്കുന്നുണ്ട്. ടീം മെമ്പേഴ്സ് ടൈം എപ്പോഴാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്? സോ പൊടി അലർജി, കൈകളിൽ മറ്റും ചൊറിച്ചിൽ മാറുമോ? അതുപോലെ വെരിക്കോസ്. അബ്ദുൽ ഹമീദ്, തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പേരുടെ കേസ് ഇത് മാറിയിട്ടുണ്ട്. നമ്മുടെ ഈ സെഷൻ വരുന്നത് 7 to 9 AM ആണ്. രാവിലെ 7 മണി മുതൽ 9 മണി വരെ. നോമ്പായതുകൊണ്ട് ആ സമയത്താണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. കാരണം ഫീ വരുന്നത് 8,000 റുപ്പീസാണ് കേട്ടോ. ഏർലി മോർണിംഗിലാണ് നമ്മുടെ കോഴ്സ് നടക്കുന്നത്. ഏർലി മോർണിംഗിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്യാം. നോമ്പായതുകൊണ്ട് നമുക്കൊരു ഈവനിങ്ങിൽ ചെയ്യാൻ പറ്റില്ല. ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഏർലി മോർണിംഗിലേക്ക് നമ്മൾ ചെയ്യുന്നത്. 10 days മോർണിംഗിൽ ക്ലാസ് ഉണ്ടാവും. ബാക്കി 30 days നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ പേഴ്സണൽ മെൻറ്റർമാർ നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ടൊരു മെൻറ്റർ വെച്ച് തരും. അദ്ദേഹം നിങ്ങളുടെ ട്രോമ ഹീലിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഫീ പറഞ്ഞല്ലോ സൗമ്യ, 8,000 റുപ്പീസാണ് ഫീ വരുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രോഗ്രാമിൽ വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. ഐ എം ഹാപ്പി ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. എനി ക്വസ്റ്റ്യൻസ്? എനിത്തിങ്? എനി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ താല്പര്യമുള്ളവർ എത്ര പേരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല ഫീസ് പതിയെ അടച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ടീം മെമ്പറായിട്ട് നിങ്ങൾ സംസാരിക്കും. നമ്മുടെ നമ്പർ ഒന്ന് താഴെ കൊടുക്കും മുംതാസ്. ഓക്കെ, നമ്പർ താഴെ കൊടുക്കും. ടീം മെമ്പേഴ്സ് വിൽ കോൺടാക്ട് ഓർ ലൈക്ക് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉള്ളത്, എത്രാമത്തെ നമ്പർ ഗ്രൂപ്പിലാണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടീം മെമ്പർ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അഡ്മിനെ ഒന്ന് ബന്ധപ്പെടുക കേട്ടോ. അതിൽ നമ്പറിലൊന്ന് ബന്ധപ്പെടുക. ഓക്കെ, ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഡിസ്കസ് ദാറ്റ്. ഓക്കെ, പിന്നെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പ്രോമിസ് ചെയ്യാം. ഇതിൻ്റെ 2 ലെവലുണ്ട്. ഫസ്റ്റ് ലെവൽ ഇതാണ്, ദെൻ സെക്കൻഡ് ലെവൽ പ്രോഗ്രാമും കൂടിയുണ്ട്, അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ട്. അതടുത്ത മാർച്ചിൽ വരുന്നുണ്ട്. ലൈക്ക് ഒരു സംശയമില്ല, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും ഈ ഒരു പ്രോഗ്രാമിന് ശേഷം. ദാറ്റ്സ് എ ഗ്യാരണ്ടീഡ്. ഓക്കെ, അപ്പം ഏപ്രിൽ മാസത്തിലാണ്, മാർച്ചിലല്ല ഏപ്രിൽ മാസത്തിൽ നമുക്ക് അടുത്ത പ്രോഗ്രാം വരുന്നുണ്ട്. ആ പ്രോഗ്രാം അഡ്വാൻസ് പ്രോഗ്രാമാണ്. അതും നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷേ എന്തായാലും ഈ പ്രോഗ്രാം എന്തായാലും നിങ്ങൾ ചെയ്തോളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്രോഗ്രാമിൽ ശരിക്കും ഇൻ ഡെപ്ത് ഹീലിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, ഹലോ, ചോദിച്ചോളൂ. കേക്കല്ലേ? ചോദിച്ചോളൂ. അല്ല, ഇതാണോ ഈ പ്രാണിക് ഹീലിംഗ്? അല്ല, ഇത് പ്രാണിക് ഹീലിംഗ് അല്ല. പ്രാണിക് ഹീലിംഗ് ഇത് നമ്മൾ EFT എന്ന് പറയും, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇതൊരു അതല്ല, ഞാനൊരു പിന്നെ പ്രാണിക് ഹീലിംഗിന്റെ ഒരു ബേസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ സംഭവം എനിക്ക് പിന്നെ പുരോഗതിയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ അതിന്റെ ഒരു ഇടക്കിടക്ക് പോവേണ്ടതും പിന്നെ ആ രീതിയിൽ പൈസന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഫീൽ ചെയ്തപ്പോ പെട്ടെന്ന് ഒരു ഒറ്റ ഇരുത്തത്തിൽ ഒന്നും ശരിയാവില്ലല്ലോ. അങ്ങനെ ഒരു കാരണം കൊണ്ട് നിർത്തിയതാണ് ഒരു വർഷം മുമ്പ്. ഇതെങ്ങനെ ഇത് പിന്നെ ഒരു മാസത്തെ ഇതെന്നല്ലേ പറഞ്ഞത്? ഒരു മാസം തുടർച്ചകൾ ഉണ്ടാവൂലേ? തുടർച്ചകൾ നമ്മൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തുടർച്ച കൊടുക്കുന്നുണ്ട്. ഐ മീൻ ഫോളോ അപ്പ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഗ്രൂപ്പ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. അത് തുടർച്ചയാണ്. നമ്മുടെ എല്ലാ കോഴ്സിനും എപ്പോഴും കൊടുക്കുന്ന ഹീലിംഗ് ആണ്. ഫ്രണ്ട്സ്, നിങ്ങൾ മെമ്പർ ആയി കഴിഞ്ഞാൽ യു ആർ കണക്റ്റഡ് വിത്ത് അസ്. നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് ഹീലിംഗ് നമ്മൾ ക്ഷണിക്കും. അപ്പോൾ നിങ്ങൾ വരണം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ ഈ ഒരു നമ്മുടെ ഈ ഒരു കോഴ്സ് ഒഫീഷ്യലി നിങ്ങൾക്കുള്ളത് 30 days ആണ്. അത് കഴിഞ്ഞിട്ട് നൽകുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അതായത് മെമ്പർഷിപ്പ് പ്രകാരം നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ഹീലിംഗ് അൺലിമിറ്റഡ് ആയിട്ട് നൽകിക്കൊണ്ടിരിക്കും. ഓക്കെ, നദീറ പറയും, ഒരു വീട്ടിൽ നിന്ന് 2 പേർക്ക് ഒരു ഫീസിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ടീം മെമ്പേഴ്സുമായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കും കേട്ടോ നദീറ. നോർമലി നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. എന്തായാലും നിങ്ങൾ ടീം മെമ്പേഴ്സായിട്ട് സംസാരിക്കും. ഓക്കെ കേട്ടോ, ടീം മെമ്പേഴ്സായിട്ട് സംസാരിക്കും. നമുക്ക് ആക്ച്വലി കാരണം 2 പേർക്ക് ജോയിൻ ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല. ഓക്കെ, പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പം 2 മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഹീലിംഗ്, അതിന് വേണ്ടിയിട്ട് മെമ്പർ, ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതിന് പേഴ്സണൽ മെൻറ്ററൊക്കെ വേണ്ടേ? അപ്പോൾ 2 ഫീസ് എന്തായാലും വേണ്ടി വരും. നിങ്ങൾ എന്തായാലും സംസാരിക്കും ടീമായിട്ട് കേട്ടോ. നദീറ, താങ്ക് യു ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. സർ, എന്തെങ്കിലും ഫീ ഒരുമിച്ച് അയക്കാൻ പറ്റില്ല, ക്ലാസ് ചെയ്യണം എന്നുണ്ട്.
സൗമ്യ ഷിബു, നിങ്ങൾ ടീമായിട്ട് സംസാരിക്കും കേട്ടോ. ഡോണ്ട് വറി. നിങ്ങൾക്കുള്ള നമ്മളെപ്പോഴും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവാം. ആഗ്രഹിച്ച് നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഫീൽ ചെയ്യുക, പണമില്ല, ഞാനിങ്ങനെ ജോയിൻ ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. മനസ്സിൽ എന്ത് ചെയ്യുക, വിഷ്വലൈസേഷൻ കൊടുക്കുക കേട്ടോ. ഓക്കെ, വിഷ്വലൈസേഷൻ കൊടുക്കുക, നല്ല രീതിയിലേക്ക് വിഷ്വലൈസേഷൻ കൊടുക്കുക. ആ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് മനസ്സിൽ കാണുന്നു നിങ്ങൾ ആ കോഴ്സിലിരിക്കുന്നത്, കാര്യങ്ങൾ പഠിക്കുന്നത്, എന്നിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിലേക്ക് അത് പ്രാക്ടീസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്, നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, കരിയർ, ബിസിനസ്, ഫാമിലി, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നല്ല അവസരങ്ങൾ വരുന്നത്, നല്ല സമ്പത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കുമിഞ്ഞു കൂടുന്നത്, ഇതൊക്കെ മനസ്സിലൊന്ന് വിഷ്വലൈസേഷൻ കൊടുക്കുക. എന്നിട്ട് അതിനൊക്കെ കാരണം ഈ കോഴ്സിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളത് മനസ്സിൽ കാണാം. കോഴ്സിലിരിക്കുന്നതും പഠിക്കുന്നതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾക്ക് അതിലേക്ക് വേണ്ട പണം നിങ്ങളിലേക്ക് വരും. എപ്പോഴും നല്ലൊരു ഗുഡ് ഫീലിങ്ങിൽ നിൽക്കാൻ ശ്രമിക്കുക. ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി, കാരണം അതാണ് ഞാൻ പറയുന്നത്. കാരണം ട്രോമ അവിടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമ്മളിലധികം ആൾക്കാർ കുറേ ട്രെയിനിങ്ങൾ കേട്ടില്ലേ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് ആലോചിക്കണം, അതെന്നെ ചിന്തിക്കണം, അതെന്നെ ഫീൽ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകില്ല. അത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ ആ ട്രോമ കിടക്കുന്നതുകൊണ്ടാണ്. കാരണം ആ ട്രോമ എടുത്ത് കളയാതെ നമുക്ക് അതിൽ നിന്ന് അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം ട്രോമ എടുത്ത് കളയണം. നമുക്ക് 3000-ഓളം ട്രോമാസ് ഉണ്ട്. അതിൽ 45,000-ഓളം ലിമിറ്റ് ബിലീഫ് ഉണ്ടായിരുന്നു. ബട്ട് 3000-ഓളം ട്രോമാസ് നമ്മൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫ്രീ ആയി. അത് കളയാനാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. മനസ്സിലായോ? കാരണം അതൊരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തെറാപ്പിസ്റ്റ് നമ്മുടെ മെൻറ്റേഴ്സും പിന്നെ ഞാനും അടങ്ങുന്ന ഒരു വലിയൊരു തെറാപ്പി ടീമാണ് ഇത് ചെയ്തു തരുന്നത്. അപ്പം അങ്ങനെ ഒരു തെറാപ്പിയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ, EFT എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ്. സോ ആ തെറാപ്പിയിലൂടെ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകും. നിങ്ങൾ കൂടുതൽ കാമാവും, നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആവും, നിങ്ങൾ കൂടുതൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന, ഒച്ചയും ബഹളം വയ്ക്കാത്ത, വളരെ കാമായിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ മാറും. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആനന്ദവും സ്നേഹവും കൂടുതൽ അനുഭവിക്കാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, സോ നിങ്ങൾ നമ്മുടെ EFT തെറാപ്പിസ്റ്റാണ് അവർ. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ബേസിക് കൗൺസിലിങ്സുകളും അതേപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാർ തന്നെ. ഇവർ എന്ന് വെച്ചാൽ നമ്മുടെ EFT തെറാപ്പി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരിക, നിങ്ങൾ പ്രോപ്പറായിട്ട് അതേപോലെ നിങ്ങൾ ചെയ്യുക. സൂമിലാണ് നിങ്ങൾക്കത് ചെയ്തു തരിക. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, മറ്റുള്ള സംഗതികളെ പോലെയല്ല. പിന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യം, പെട്ടെന്ന് റിസൾട്ടാണ്. 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഒരു ട്രോമ ക്ലിയർ ആവുന്നത്. 1 മിനിറ്റ് കൊണ്ട് ക്ലിയർ ആവുന്ന അവസ്ഥ ഉണ്ട്. ചിലതൊക്കെ ജസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഇതിന് പറയാം ടാപ്പിംഗ് എന്ന് പറയും. നമ്മൾ ചെയ്യുമ്പോൾ സിംപ്ലി ഇമ്മീഡിയറ്റ്ലി നമ്മൾ ട്രോമ ക്ലിയർ ചെയ്ത് പോകും. നമുക്കൊരു ബോട്ടിൽ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരായിരുന്നു. ലൈക്ക് ട്രോമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ കുറേ പല അനുഭവങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പ് ടോക്സിക് ആയിരുന്നു. നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ വല്ലാണ്ട് ഉപദ്രവിക്കും, കഷ്ടപ്പെടുത്തും. അപ്പോൾ ആ ട്രോമ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ ട്രോമ എന്ന് പറയുന്നതിൻ്റെ ഓർമ്മ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം എടുത്താണ് ടോപ്പായിട്ട്. ആ ടോപ്പ് അതിൻ്റെ നമ്മൾ അടപ്പുണ്ടാവുമല്ലോ, അടപ്പാണ് നമ്മുടെ ഓർമ്മ. പക്ഷേ ആ ബോട്ടിൽ, അതിൽ വെള്ളമുണ്ട്, ബോട്ടിൽ നല്ല വെയിറ്റ് ഉണ്ട്. ആ ബോട്ടിൽ 20 രൂപയുടെ നമ്മൾ വാങ്ങുന്ന 1 ലിറ്റർ ബോട്ടിലിലെ വെള്ളമുണ്ട്. അത് ഒന്ന് എടുത്ത് നോക്കും. ആ ബോട്ടിൽ ആ വെള്ളം ഉള്ള അത്രയും ബോട്ടിൽ, അതാണ് ശരിക്കും അതിൻ്റെ ഇമോഷൻ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മൾ ട്രോമ EFT ചെയ്യുമ്പോൾ, ടാപ്പിംഗ് ചെയ്യുമ്പോൾ എനർജി പോയിന്റ്സിൽ, അക്യുപ്രഷർ പോയിന്റ്സിൽ, നെർവ് എൻഡിങ്സ് ആയിട്ടുള്ള ഈ പോയിന്റ്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ ആ ട്രോമ ട്രിഗേർഡ് ആവും. അത് ട്രിഗേർഡ് ആയത് മാത്രമല്ല, അത് മുകളിലേക്ക് വരികയും അവയർനെസ്സിലേക്ക് വരികയും ആ ട്രോമ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പെർട്ടിക്കുലർ ട്രോമ
ആ തോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അതിനുള്ള കമാൻഡുകൾ കൊടുക്കുമ്പോൾ തെറാപ്പിസ്റ്റുകൾ കൊടുക്കുന്ന കമാൻഡുകളുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടാപ്പിങ്ങിൻ്റെ കൂടെ ഇത് നമുക്ക് ആക്സസ് ആവും. ആ ട്രോമ, സ്പെസിഫിക് ട്രോമ നമുക്ക് ആക്സസ് ആവും. ആ മെമ്മറിയിലേക്ക് പോകും, ആ ട്രിഗേർഡും, ആ പെയിൻ അതേപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും. പക്ഷേ കണ്ടിന്യൂസ്ലി ട്രാപ്പ് ചെയ്ത് പല തവണ പല കമാൻഡുകൾ കൊടുത്തതിനെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യും. ഏത്? ഈ മെമ്മറിയിൽ നിന്ന് ഈ ഇമോഷൻ റിമൂവ് ചെയ്യും, അങ്ങ് കട്ട് ചെയ്യും, ഇതങ്ങെടുത്ത് കളയും. പിന്നെ മെമ്മറി മാത്രമേ ഉള്ളൂ. മെമ്മറിക്ക് ഭാരമുണ്ടോ? ഭാരമില്ല. ടോപ്പിന് അല്ലേ, ബോട്ടിലിൻ്റെ ആ ബോട്ടിൽ, വെള്ളമുള്ള ബോട്ടിൽ അങ്ങെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു അടപ്പേ കയ്യിലുള്ള, അടപ്പിന് ഭാരമുണ്ടോ? ഇല്ല. ഓർമ്മകളിൽ നിന്ന് നമ്മൾ ഫ്രീ ആവണം. ഓർമ്മകളുടെ ഇമോഷനിൽ നിന്ന് നമ്മൾ ഫ്രീ ആവണം. ഓർമ്മകൾ മാത്രം മതി നമുക്ക്. ഓർമ്മകളിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങൾ മതി. ശരിയല്ലേ? അപ്പോൾ ആ ഇമോഷനിലാണ് നമ്മളൊക്കെ കുടുങ്ങി കിടക്കുന്നത്. ഇങ്ങനെ 3000-ഓളം പ്രശ്നങ്ങളും അതിൻ്റെ 3000-ഓളം ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു. ഇതിൽ കുറേ എണ്ണം ദേഷ്യമാണ്, കുറേ എണ്ണം വെറുപ്പാണ്, കുറേ എണ്ണം ദുഃഖമാണ്, കുറേ എണ്ണം സങ്കടമാണ്, കുറേ എണ്ണം ഭയമാണ്, കുറേ എണ്ണം നാണക്കേടാണ്, കുറേ എണ്ണം കുറ്റബോധമാണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇതെല്ലാം എടുത്ത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആകെ കുറച്ച് കുറേ ഓർമ്മകളേ ഉള്ളൂ. നമ്മളിത് ടാപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി കട്ടായി പോയിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഹീൽ ചെയ്യപ്പെട്ട് വരും. പിന്നീട് നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം വരില്ല, വിഷമം വരില്ല, പേടി വരില്ല, ദുഃഖം വരില്ല, കുറ്റബോധം വരില്ല, നാണക്കേട് വരില്ല. മനസ്സിലായോ? അതിൽ നിങ്ങൾ ഫ്രീ ആവും. ഞാൻ തന്നെ പണ്ടൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് അല്ലേ, കുറേ ഭയങ്കരമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു സ്വഭാവമുള്ള, ഭയങ്കര ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളായിരുന്നു. നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഡിഫറൻസ് കാണുന്നുണ്ടോ? എൻ്റെ അവതരണ രീതിയിൽ ഡിഫറൻസ് കാണുന്നുണ്ടോ? ഞാൻ ഒരുപാട് ട്രോമയിൽ നിന്ന് ഫ്രീ ആയി, കുറേ ഫ്രീ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞാൽ കൂടുതൽ കാമാവും, കൂടുതൽ ലൈക്കിനോ, നമുക്കൊക്കെ വേണ്ടത് മനസ്സമാധാനമല്ലേ? നമുക്കൊക്കെ വേണ്ടത് സന്തോഷമല്ലേ? സന്തോഷമുള്ള, സമാധാനമുള്ള, അല്ലേ, നല്ല പോസിറ്റീവ് കാം എനർജിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. സുറുമി ചോദിച്ചിട്ടുണ്ട്, സാർ ഈ എത്ര ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? സ്പെഷ്യൽ ATC എന്നൊരു ഗ്രൂപ്പിൽ 13/2 ഒരു ബാച്ച് ആരംഭത്തിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത് 2 വേറെയാണോ അതോ ക്ലാസ് ഇതുപോലെയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായില്ല. എത്ര ബാച്ച്? ഒരു ബാച്ചേ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അത് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ ഇനി നോക്കി നിൽക്കരുത്. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹമീഷ, അബ്ദുൽ ഹമീദ്, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നദീറ, പ്ലീസ്. നിഷ, ചോദിച്ചോളൂ. ഓക്കെ, മുബഷിർ, രശ്മി മാം ചോദിച്ചോളൂ. റോയ് വാനമ്പാടി ചോദിച്ചോളൂ. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു കൻ ആസ്ക് മീ. റീനി ജോസ്, താങ്ക് യു. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൻ്റെ റെക്കോർഡിങ്സ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? റെക്കോർഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അതർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബി ഹാപ്പി, ബി കാം, എൻജോയ് യുവർ ലൈഫ്. ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സെഷൻ. എനി ക്വസ്റ്റ്യൻസ്? ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ ഓക്കെ, ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്പർ ഇവിടെ താഴെ കൊടുത്തോളൂ. ഇൻട്രസ്റ്റഡ് ആണ് നമ്മുടെ ടീം മെമ്പേഴ്സ് വിളിച്ച് ഇനിയും കൂടുതൽ സംസാരിക്കണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ലോകത്തെല്ലായിടത്തും ആത്മീയപരമായിട്ട് ഭയങ്കരമായിട്ട് വലിയ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും വല്ലാണ്ട് പ്രാർത്ഥിക്കുന്ന, വല്ലാണ്ട് സ്പിരിച്വലി കണക്ട് ചെയ്യുന്ന, ഒരു ഹയർ ലെവലിൽ കണക്ട് ചെയ്യുന്ന എനർജി പോസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മാസമാണ്. ഈ മാസത്തിൽ നമ്മുടെ നാട്ടിലെ എനർജി ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ചുറ്റിലുമുള്ള എനർജി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ആ എനർജിയിലേക്ക് നമുക്ക് ട്യൂൺ ഇൻ ചെയ്യാൻ പറ്റും, നമ്മളെയും കൂടെ അത് ഹീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് EFT ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ട്യൂൺ ഇൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. സോ യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. This is the best time to do this kind of course.
പെട്ടെന്ന് നിങ്ങളുടെ ബാഡ് എനർജി ക്ലിയർ ചെയ്യുക. എന്നിട്ട് പോസിറ്റീവ് എനർജിയിലെ ഈ ഒരു ലോകത്തുള്ള ഹയർ കോൺഷ്യസ്നസ് ഉണ്ട്, കളക്റ്റീവ് കോൺഷ്യസ്നസ്, അതിലേക്ക് നമ്മളെ പെട്ടെന്ന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സേഫ് ആകും, കൂടുതൽ ഉഷാറാവും. ഈ ലോകത്തിന്, ഈ യൂണിവേഴ്സിനൊരു എനർജി ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. 230 to 240 ആണ് യൂണിവേഴ്സിൻ്റെ. നമ്മുടേതൊക്കെ ബിലോ 200 ആണ് അധികം ആൾക്കാരുടെ. അതുകൊണ്ട് ഈ ദേഷ്യം, ഈ സങ്കടം, ബുദ്ധിമുട്ട്, പരാതി, സങ്കടം 200 മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സേഫാണ്. 200 താഴെയുള്ള ആൾക്കാരുടെ ജീവിതം ദുരന്തങ്ങളും പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്ത് കുറേ കാര്യങ്ങളുണ്ട് പറയാം. ഇപ്പം ഞാനത് മുഴുവനായിട്ട് പറയുന്നില്ല, കോഴ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. എനിവേ, കം ടു ദ പ്രോഗ്രാം, we can discuss everything there. Okay, there are a lot of things we can discuss, there are a lot of things we can learn, there are a lot of things that you can apply in your life, and there are a lot of benefit that is waiting outside നിങ്ങളുടെ ലൈഫിൽ. നമ്മൾ ഭയങ്കരമായിട്ടുള്ള മിറക്കിൾസ് എന്ന് തോന്നുന്ന പോലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. നല്ല അവസരങ്ങൾ, നല്ല വ്യക്തികൾ, നല്ല ചിന്തകൾ, നല്ല തീരുമാനങ്ങൾ, നല്ല ഫീലിങ്സ്. പിണങ്ങി നിൽക്കുന്നവർ നിങ്ങളോട് മിണ്ടാൻ തുടങ്ങും. ഓക്കെ, പണം തരാതെ, കടം വാങ്ങിച്ചിട്ട് പണം തരാത്ത ആൾക്കാർ നിങ്ങൾക്ക് പണം തരും. പണം കിട്ടാതെ, പണം വരാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പണം നിങ്ങളിലേക്ക്, സമ്പത്തും വരുമാനവും അവസരമൊക്കെ നിങ്ങളിലേക്ക് വരാൻ, ബിക്കോസ് യു ആർ ഓപ്പൺ അപ്പ് കംപ്ലീറ്റ്. ദിസ് കോഴ്സ് ഡിസൈൻഡ് ബൈ മീ, ഞാൻ ഡിസൈൻ ചെയ്ത കോഴ്സാണ്, ബട്ട് മൈ മെൻറ്റർ ഈസ് ഗൈഡിങ് മീ. എനിക്ക് എൻ്റെ വീട്ടിൽ മെൻറ്റേഴ്സ് ഉണ്ട്. പല കോഴ്സുകൾ പല ഭാഗത്തു നിന്നും പഠിച്ചിട്ട് ഇതിൽ മൈൻഡ് പവറിൻ്റെ എലമെൻറ്റ്സ് വരുന്നുണ്ട്, ഇതിൽ NLPയുടെ എലമെൻറ്റ്സ് വരുന്നുണ്ട്, ഇതിൽ EFTയുടെ എലമെൻറ്റ്സ് വരുന്നുണ്ട്. There are many things which is coming. This is not just EFT, this SEFT also included, സ്പിരിച്വാലിറ്റിയുടെ സോൾ മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിൻ്റെ എലമെൻറ്റ്സ് വരുന്നത്. So a lot of things are coming together. You come and attend. This is designed by me and my team. Okay, all right. എനിവേ, താങ്ക് യു. കഴിഞ്ഞ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ്, ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന, ഏറ്റവും ഇൻഡെപ്ത് ഹീലിംഗ് നടക്കുന്ന ഞാൻ പരിചയപ്പെട്ട ഒരേ ഒരു ടൂളാണ് EFT. അതിലേക്ക് സ്പിരിച്വാലിറ്റിയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് സംഭവിക്കുക. ദാറ്റ് വിൽ ചേഞ്ച് യുവർ റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് ചേഞ്ച് ആകും, നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള റിലേഷൻഷിപ്പ് ചേഞ്ച് ആകും. കാരണം നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? നമ്മളൊക്കെ അധികം ആൾക്കാർ നമ്മളോട് സ്വയം കുറ്റപ്പെടുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, വിഷമത്തിൽ, സങ്കടത്തിൻ്റെ, പരാതിയുടെ, ദുഃഖത്തിൻ്റെ, അങ്ങനെയുള്ള അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലാണ് എന്താ വെച്ചാൽ സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് നമ്മളോട് കാമായിട്ട്, സമാധാനത്തിൽ, സന്തോഷത്തിൽ, സ്നേഹത്തിൽ സംസാരിക്കണം. ഒന്നത്. മറ്റുള്ള വ്യക്തികളോടുള്ള ബന്ധമുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ കൂടെയുള്ള അയൽപ്പക്കത്തുള്ള ആൾക്കാർ, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ ജോലി ചെയ്യുന്നവർ, കസ്റ്റമേഴ്സ്, പാർട്ട്നേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഇവരോടൊക്കെയുള്ള ബന്ധമുണ്ട്. ഇത് പലപ്പോഴും വഷളായി പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളും തകരുന്നത്. ബിസിനസ് തകരുന്നത്, ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇത് ആ റിലേഷൻഷിപ്പ്, അവിടെയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ എക്സ്പ്രഷൻസും ഒക്കെ കാമായിരിക്കണം. അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ബാധിക്കരുത്. ബിക്കോസ് നിങ്ങളുടെ എനർജി ഭയങ്കര ഹൈ ആണ്. നിങ്ങളുടെ എനർജി ഹൈ ആയതിൻ്റെ പേരിൽ തന്നെ അവരുടെ എനർജി ചേഞ്ച് ആകും. യു ഗോട്ട് ഇറ്റ്? നിങ്ങൾക്ക് അവരുടെ എനർജി ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും അവരെ ചേഞ്ച് ആക്കും നിങ്ങൾ. സോ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുകയാണ് ആദ്യം വേണ്ടത്, നിങ്ങൾ ചേഞ്ച് ആവുകയാണ് വേണ്ടത്. ഗാന്ധിജി പറഞ്ഞിട്ടില്ല, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നമുക്ക് എന്ത് ചേഞ്ച് ആണോ മറ്റുള്ളവരിൽ വേണ്ടത്, ആദ്യം നമ്മളിൽ അത് കൊണ്ടുവരും. സോ ഇതിനാണ് ഈ പ്രോഗ്രാം ശരിക്കും ഇതൊരു ഉള്ളിലേക്ക് നോക്കുന്ന പ്രോഗ്രാം. അടുത്ത് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് വിത്ത് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അത് ക്ലിയർ ചെയ്യണം. റിലേഷൻഷിപ്പ് വിത്ത് മണി, പണവുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്? ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഇസ് കണക്റ്റഡ്. ഒരുപാടുണ്ട്, നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. Come to the program, okay? And let's change your life. Thank you for joining. Okay.
AJ, I know you have a lot of questions. What is your basic profile? Lot of questions, right? AJ, we can discuss that, okay? കോഴ്സിലേക്ക് വരൂ കേട്ടോ, എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. AJ, what are all the certification you have, sir? I don't have any certification, AJ. I don't have Thank you, any. sir. Thank you. Sir, ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സുറുമി, I don't know what is സുറുമി. AFT മൈൻഡ് മാസ്റ്ററി കോഴ്സ് ചെയ്ത എനിക്ക് അറിയില്ല. സുറുമി, what you're explaining നമ്മുടെ കോഴ്സിൽ പ്ലാറ്റ്ഫോമിൽ വന്നാണെന്നുണ്ടെങ്കിൽ. Okay. Thank you. Thank you, everyone. Thank you, Have sir. a- Thank you. Thank you. Okay. Yes, sir. Thank you. Thank you, sir. Have a great day. Thank you so much.